അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ നമ്മളൊന്ന് ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ ഒരു പന്നിക്കൂട്ടത്തിനെ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, പക്ഷേ ഇങ്ങനത്തെ കുറച്ച് അകത്തോട്ട് നന്നായിട്ട് പന്നി, അത് ഇവിടെ എവിടെയും കണ്ടാണ് ഞാൻ ഒരെണ്ണത്തിനെ കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ആ ബസ്സിൻ്റെ അങ്ങോട്ട് വെച്ച് ഓടിപ്പോകണം. പിന്നെ ഈ കാട്ടിൻ്റെ ഇവിടെ എവിടെയൊക്കെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മൊത്തവും കാടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടും 4 സൈഡും കാടാണ്. കുത്തിയിടുമെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ക്യാമറ ഓണുമ്പോൾ ഇതിനൊക്കെ ഒന്നും കാണാനേ കിട്ടത്തില്ല. ഇതുവഴി പോയാൽ അങ്ങോട്ടൊക്കെ ഒരു ദിവസം നമുക്ക് ഇതുവഴി കൂടെയൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. കേട്ടോ, ഇവിടെ കുറേ സ്ഥലങ്ങൾ ഞാൻ കാണാത്തതായിട്ട്. നല്ല രസമുണ്ട് ഇതുവഴി കൂടെയൊക്കെ പോകാൻ. പക്ഷെ നൈറ്റ് ടൈമായിട്ട് കുറച്ച് പേടിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ കിട്ടിയില്ല. ഒരു പന്നി എന്ന് വെച്ചാൽ മുതുക്ക് പന്നി കേട്ടോ. ഒരു തവണ അങ്ങോട്ട് പോയ ചിലപ്പം കാണാൻ കിട്ടണമെങ്കിൽ ലക്കാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കൂട്ടത്തോടെ നിൽക്കുന്ന. അതേപോലെ തന്നെ എത്തവണ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് ഷോർട്സിൽ നോക്കിയാൽ കാണാം. ഒരു 5-6 എണ്ണം ഒരുമിച്ച് കൂട്ടത്തോടെ നിൽക്കുന്നത്. ഇത്തവണ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് ക്യാമറ കിട്ടിയില്ല. ഞാൻ ക്യാമറ എടുത്ത് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ അതിനെ കാണാനില്ല. അത് സ്ഥലം വിട്ട് അത് ആ കാട്ടിൻ്റെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഇതിനൊന്നും വലിയ പേടിയില്ലെന്നാണ് പറയുന്നത്. ബൈക്കിൽ കൂടെ പോകുന്നവരെയൊക്കെ കുത്തിയിടാറുണ്ടെന്നൊക്കെ പറയുന്നു. നടന്നു പോകുന്നവരെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെന്ന് വെച്ചാൽ ഇത് എന്തൊരു നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇത് സ്ഥലമാണ്, ഞാൻ പേരും മറന്നു പോയല്ലോ. ആണ്ടൂർക്കോണമല്ല, എന്തോ ഒരു സ്ഥലം, പേര് ഞാൻ മറന്നുപോയി. നരിക്കലിനടുത്താണ്. ഈ പോത്തങ്കോട് സൈഡിൽ നിന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ നല്ല വന ഏരിയയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇറങ്ങും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിന് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ, വനത്തിനടുത്തുള്ള ആൾക്കാരാണെങ്കിൽ രാത്രിയൊന്നും അധികം ഇറങ്ങി നടക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെയൊന്നും പുലിയുടെ ശല്യം ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. നമുക്കൊക്കെ ഇതേപോലെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റിസ്ക് ഒന്നുമില്ല. പക്ഷെ കുറച്ച് അകത്തോട്ടൊക്കെ ആണെങ്കിൽ വലിയ റിസ്ക്കാണ്. പുലിയൊക്കെ ഇറങ്ങുന്നത് എപ്പോഴാണെന്നേ പറയാൻ പറ്റും. ഇപ്പോൾ സമയം 12:08. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് പിടിച്ച് പോകണോ ലെഫ്റ്റ് പിടിച്ച് പോകണോ? റൈറ്റ് പിടിച്ച് പോയാൽ ഹൈവേ വഴി നമുക്ക് വേണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ ലെഫ്റ്റ് വഴിയാണ് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ചുറ്റണം. അപ്പം ഹൈവേ വഴി പോകണമെങ്കിൽ നല്ലത്. അപ്പോൾ ഇവിടെ ഈ ക്രിസ്ത്യൻ ചർച്ചിനടുത്താണ്. പട്ടിയാണോ? അത് പട്ടിയല്ല, ഞാൻ വലിയൊരു പന്നിയായിരിക്കും. പന്നി ഇതിനേക്കാളും സൈസുണ്ട്. ദൂരെ നോക്കിയപ്പോൾ കുറച്ച് നേരം അതിൻ്റെ വിട്ട് സൈസുള്ളതാണ് തോന്നുന്നത്. ഒരു ഇല്യൂഷൻ. നമുക്ക് ഇതുവഴി ഇറങ്ങാം. ഇതുവഴി ഒരു ഷോർട്ട് കട്ടാണ്. ബട്ട് റോഡത്ര ശരിയല്ല. റോഡ് അത്ര ശരിയല്ല, എന്നാലും ഒരു ചെറിയൊരു ഷോർട്ട് കട്ടാണ്. പെട്രോള് ലാഭിക്കുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം നമ്മൾ അപ്പോഴപ്പോഴും ബ്രേക്കും പിടിച്ച്, മറ്റേതാണെങ്കിൽ നേരെ ഒരു സ്പീഡിലങ്ങ് പോകാമല്ലോ.
എന്നാലും ആ പന്നീനെ കാണാൻ പറ്റിയില്ലല്ലോ, ക്യാമറയിൽ കിട്ടിയില്ലല്ലോ എന്നാണ് ഒരു എന്തെങ്കിലും ചെയ്യാൻ എടുക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. കുഴപ്പമില്ല, ഇരിക്കാതിരുന്നാൽ മതി. ഒന്നാമത് ബൈക്കാണ്, ഇടിച്ചിട്ടാൽ ഞാൻ തെറിച്ചു പോകും. അതിൻ്റെയൊക്കെ സൈസ് എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. പന്നിയിറച്ചിക്കൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. പക്ഷെ അതിനെ പിടിക്കാൻ പാടില്ല, കാട്ടുപന്നികളെ പിടിക്കാൻ പാടില്ല. ഒത്തിരി ഇല്ലീഗലാണെന്നൊക്കെയാണ് പറയണത്, എസ്പെഷ്യലി ഈ കാട്ടുപന്നികൾ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എടേ ഓട്ടിക്കണ്ടോ വേണ്ട? ഓ എഡിറ്റാണോ ഓട്ടിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഇവിടുത്തെ ലോക്കലാണ്ടേ, എന്നെ ഓട്ടിക്കാണ്. ഓക്കെ, റോഡ് ഭയങ്കര മോശം കേട്ടോ. ലൈറ്റും ഇല്ല, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്ക് മിക്കവാറും ഞാൻ കുറച്ച് പൈസ സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇതിൽ 2 ഫോഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യണം. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ 1000 സംതിങ് രൂപയാണ്. ഓൺലൈൻ വഴി വാങ്ങണോ അതോ ഇവിടെ എവിടെന്നെങ്കിലും വാങ്ങണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കത്തി റേറ്റായിരിക്കും ഇവിടെയൊക്കെ വാങ്ങാൻ. ഇതൊരു കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ടേണാണ്. ഇവിടെ ഒരു തവണ എനിക്ക് ഒരു കാറുകാരൻ എന്തൊരു നോക്കാതെ വന്നിങ്ങനെ വളച്ചു കൊടുത്തു. അവിടെ അങ്ങോട്ട് നോക്കിക്കോട്ടാണ്, അവിടെ ആ 2 പേര് വരുന്നു. ഞാൻ പറയുന്നില്ല, അവരാണെങ്കിൽ എന്നിട്ട് നിർത്താണ്ട് വിട്ടങ്ങ് പോകും. അവിടെ അടുത്തുള്ള ഒരുത്തരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മെയിൻ റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നേരെ ചന്തവള കയറി അങ്ങ് പോകുന്നത്. പറ്റുന്നില്ലെന്നാ തോന്നുന്നത്. ഞാൻ ഓക്കെ, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കാരണം വലിയ കണ്ടൻ്റൊന്നും ഇല്ല. ഇപ്പം ഞാൻ ഒരു ദിവസം രാവിലെ നമുക്ക് ആ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പോകണം. അവിടെയൊക്കെ ഒന്ന് കുറച്ച് കാട്ട് ഏരിയ കൂടെ ആയതുകൊണ്ട് ഇതിന് കുറച്ച് ഉള്ളിലോട്ടാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഒരു ദിവസം ചുമ്മാ വണ്ടി എടുത്തോണ്ട് കറങ്ങാൻ പറയാം. പക്ഷെ ഇപ്പം വേണ്ട, എല്ലാം ബ്രൈറ്റ് അടിച്ചോണ്ടാണ് പറഞ്ഞത്. പിന്നെ ഒരു ദിവസം നമുക്കിവിടെ അടുത്തൊരു ഒരു മുടുക്ക് വഴിയുണ്ട്, നല്ല ഓഫ് റോഡില്ല. അതൊരു ദിവസം നമുക്ക് കയറി നോക്കാം. ഞാൻ ഒരു ദിവസം കയറിയിട്ടുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് കുറച്ച് റിസ്ക്കിയാണ്. കാരണം അടുത്ത് തോടും പിന്നെ റോഡ് ഭയങ്കര നാരോയുമാണ്. അപ്പോൾ ചലോ ബായ്, നമുക്ക് വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി വേറെ എന്തെങ്കിലും ഒരു ദിവസം കാണാം. ബൈ ബൈ.